സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുക എന്ന ലക്ഷ്യമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തവർക്കുണ്ടായിരുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കരുതൽ തടങ്കലും പോലീസ് പിക്കറ്റും പോലീസ് ഏർപ്പെടുത്തി. അതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതും അത്തരം സന്ദേശങ്ങൾ കൈമാറുന്നതും കുറ്റമായി കണ്ട് നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചു. ഇത്തരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയ ശക്തമായ നടപടികൾ കാരണം സംസ്ഥാനത്ത് കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട ഗൂഢപദ്ധതികൾ നടക്കാതെ പോവുകയാണുണ്ടായത്. കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്ത് ബോധപൂർവമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. വർഗീയ സംഘർഷങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്ന ശ്രമമാണത്. അത് ബോധപൂർവമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ നീക്കം. അതുമാത്രമല്ല, വർഗീയ സംഘർഷത്തിലൂടെ മറ്റു പ്രദേശങ്ങളിൽ ലാഭം നേടിയ ശക്തികളുണ്ട്. അപ്പോൾ ഇത് തങ്ങൾക്ക് കരുത്ത് വർദ്ധിപ്പിക്കാൻ നല്ലൊരു കാര്യമാണെന്ന് അക്കൂട്ടർ കണക്കൂട്ടുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ ഗൗരവമായി പൊതുസമൂഹം സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ജാഗ്രതയോടെ കാര്യങ്ങൾ നീക്കുകയാണ്. അതീവ ഗൗരവമായ നടപടികൾ തന്നെ പോലീസ് അവിടെ എടുത്തു വരികയാണ്. അദ്ദേഹം സൂചിപ്പിച്ച പ്രത്യേകമായ ആ ആക്രമണ സംഭവം, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. RB സനൂപ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സനൂപ്, നിസ്സാര കാരണങ്ങൾക്ക് പോലും ഹർത്താൽ പ്രഖ്യാപിക്കുകയും ഹർത്താലിന്റെ മറവിൽ വ്യാപക അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഹർത്താൽ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണെന്ന് സഭയിൽ പറഞ്ഞത്? ഉഷ്ണ, ഈ മാസം ഉണ്ടായ BJP ഹർത്താലിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം, ഈ ഹർത്താലിലൂടെ ഇവരുടെ ലക്ഷ്യമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ പോലീസ് ഫലപ്രദമായി ഇടപെട്ടത് മൂലമാണ് ഈ കലാപം ഉണ്ടാക്കാനുള്ള ഗൂഢപദ്ധതി നടക്കാതെ പോയെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ശക്തമായിട്ടുള്ള നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചത് മൂലം 28,43,022 രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ മുതലിന്റെ കണക്ക് കൂടി നോക്കുകയാണെങ്കിൽ അത് 1 കോടി രൂപയ്ക്ക് പുറത്തു വരുന്ന കണക്കാണ് ഈ സ്വകാര്യ മുതൽ നശിപ്പിച്ചത് മൂലം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിന് ഒരു പങ്കും വഹിക്കാത്തവരാണ് ഇത്തരത്തിൽ ബോധപൂർവം ഹർത്താൽ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഹർത്താലുകൾ, അനാവശ്യമായിട്ടുള്ള ഈ ഹർത്താലുകൾ ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ സർവ്വസ് യോഗം വിളിക്കാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്നത് ഈ കാസർഗോഡ് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ്. ഇവ ഗൂഢമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഇങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല. അത് അടിച്ചമർത്താൻ വേണ്ട എല്ലാ നടപടികളും സർക്കാരും പോലീസും എടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ഹർത്താൽ നിയന്ത്രണ ബില്ല് നിയമസഭയിൽ പാസ്സാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സമവായ ശ്രമം സഭയ്ക്ക് പുറത്ത് ചർച്ച ചെയ്യാം, എന്നാൽ ബില്ല് പാസ്സാക്കുന്നത് അതിന് ശേഷം തീരുമാനിക്കാമെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. മറ്റ് വിഷയം എന്നത് വിഴിഞ്ഞം പദ്ധതിയായിരുന്നു. വിഴിഞ്ഞം പദ്ധതിയെ ചൊല്ലി സർക്കാരും പ്രതിപക്ഷവും സഭയിൽ നേരിയ തോതിലുള്ള തർക്കം ഉണ്ടായി. സർക്കാരിന്റെ അലസതയാണ് വിഴിഞ്ഞം പദ്ധതി വൈകാൻ കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആക്ഷേപം. പദ്ധതി അനിയന്ത്രിതമായിട്ട് നീണ്ടുപോകുന്നുവെന്നുള്ള പരാതി ഉള്ളതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ ചില സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങളും മൂലമാണ് ഈ പദ്ധതി നേരിയ തോതിൽ വൈകാൻ കാരണമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടത്. പക്ഷേ സമയബന്ധിതമായി തീർക്കാൻ വേണ്ട എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പാറ എത്തിക്കാൻ, അതായത് പുലിമുട്ട് നിർമ്മിക്കാനുള്ള പാറ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ പാറ കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ട നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും ഇക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ റീബിൽഡ് കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കുകയുണ്ടായി. 13,862 വീടുകൾ
പ്രളയത്തിൽ തകർന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇവ പുനർനിർമ്മിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 6,87,843 പേർക്ക് അടിയന്തര ധനസഹായമായിട്ടുള്ള 10,000 രൂപ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. 77,049 പേർ അപ്പീൽ വഴി ധനസഹായത്തിന് അർഹരായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർത്താൽ നിയന്ത്രണ ബിൽ പാസ്സാക്കുന്നതിന് മുൻപ് സഭയ്ക്ക് പുറത്ത് പാർട്ടികൾ തമ്മിൽ ചർച്ച നടക്കേണ്ടതുണ്ടെന്നും ഇക്കാര്യത്തിൽ സർവകക്ഷി യോഗം വിളിക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥാ പ്രശ്നവും മൂലമാണ് വിഴിഞ്ഞം പദ്ധതി വൈകുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ പ്രളയാനന്തര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ട് എന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുന്നു. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.